7 ജില്ലകളിൽ വിധിയെഴുത്ത്. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കറു ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ ജില്ലകളിൽ പോളിംഗിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായ ഇന്നും വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥികൾ. തെക്കൻ കേരളത്തിലെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 3 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ 11,168 വാർഡുകളിലെ വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനായി 15,432 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. വോട്ടിംഗ് യന്ത്രങ്ങളടക്കം ഏറ്റുവാങ്ങിയ സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങും. ഒന്നാം ഘട്ടത്തിൽ 7 ജില്ലകളിലായി 62,51,219 പുരുഷന്മാരും 70,32,444 സ്ത്രീകളും 126 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 1,32,83,789 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 480 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. ജില്ലയിലെ 186 ബൂത്തുകളിലാണ് പ്രശ്ന സാധ്യതയുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷയും വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവേശം കൊട്ടിക്കയറിയ പരസ്യപ്രചാരണത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചരണത്തിനുള്ള ദിവസമാണ്. നിശബ്ദ പ്രചരണമാണെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. സമൂഹ മാധ്യമങ്ങൾ വഴിയും പ്രചരണം സജീവമാണ്. 24 തിരുവനന്തപുരം. വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പോളിംഗ് ബൂത്തുകൾ ഒരുങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ബൂത്തുകളിൽ ഒന്നായ സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് നമ്മളുടെ പ്രതിനിധി MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഇന്ന് ഉച്ചയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ബൂത്തുകളൊക്കെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തും. എന്താണ് തിരുവനന്തപുരത്തെ കാഴ്ചകൾ? അവിടെ ബൂത്ത് ഒരുങ്ങിയോ? വിജയകുമാർ, നാളെ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തലസ്ഥാന ജില്ലയിൽ ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റുകയും ബന്ധപ്പെട്ട ബൂത്തുകളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ബൂത്തുകളിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട പരിശോധനകൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സെന്റ് ജോസഫ് സ്കൂളിലാണ്. ഇവിടെ 5 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. കൂടുതൽ വോട്ടർമാർ ഉൾപ്പെടെ ഈ മേഖലയിൽ ഉണ്ട്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 6 മണിയോട് കൂടി തന്നെ മോക്ക് ഡ്രിൽ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ പോളിംഗ് ബൂത്തിലുണ്ട്. അവരുടെ ഉൾപ്പെടെയുള്ള പരിശോധനകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രത്യേകത ഈ പിങ്ക് ബൂത്താണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സെന്റ് ജോസഫ് സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന പിങ്ക് ബൂത്താണ്. ഈ പിങ്ക് ബൂത്തിന്റെ പ്രത്യേകത പൂർണ്ണമായും ഈ വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും ഈ ബൂത്ത് നിയന്ത്രിക്കുന്നത്. അവരുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ ബൂത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലൊരു ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിങ്ക് നിറത്തിലുള്ള തുണികളൊക്കെ തന്നെ സജ്ജമാക്കി ആകർഷകമായ രീതിയിലാണ് പിങ്ക് ബൂത്ത് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായിരിക്കും പൂർണ്ണമായും ഈ ബൂത്തിന്റെ നിയന്ത്രണം വഹിക്കുന്നത്. അത്തരത്തിൽ പൂർണ്ണമായ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടത്തിയിട്ടുണ്ട്. 595 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. സ്ത്രീകൾക്കുമൊപ്പം ഈ ഭിന്നശേഷിയിൽപ്പെട്ട ആളുകൾക്കും ഉൾപ്പെടെ പ്രത്യേക പരിഗണന വോട്ടെടുപ്പ് ദിവസമായ നാളെ ഉണ്ടായിരിക്കും. ഒപ്പം 480 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ ഉൾപ്പെടെ കൂടുതൽ ക്രമീകരണങ്ങൾ, സുരക്ഷ, കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇതിനോടകം തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണം
ക്രമീകരണങ്ങളോടെയാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അവസാന വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള തത്രപ്പാടിലാണ് ഓരോ സ്ഥാനാർത്ഥികളുമുള്ളത്. ഈ ബൂത്തിന് സമീപത്ത് തൊട്ടുമാറി വലിയ കൊടിതോരണങ്ങളൊക്കെ തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ പേരിൽ അണികളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രചരണങ്ങൾ കൊണ്ടുപിടിച്ച ഈ തെരഞ്ഞെടുപ്പ് ആവേശം ഉൾപ്പെടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച്. അങ്ങനെ ഇനി ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആ വോട്ടെടുപ്പിന്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അത് പാർട്ടികളുടെ ഭാഗത്തു നിന്നായാലും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായാലും പൂർണ്ണമായും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അത്തരത്തിൽ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം. അതിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഈ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം ഈ ജനവിധി തേടുന്ന രാഷ്ട്രീയ പാർട്ടികളും. തിരുവനന്തപുരം നഗരത്തിലെ ബൂത്തുകളിൽ ഒന്നായ സെന്റ് ജോസഫ് സ്കൂളിൽ നിന്നാണ് MG പ്രതീഷ് വിവരങ്ങൾ നൽകിയത്. നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വോട്ടേഴ്സ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പതിവ് പോലെ തിരിച്ചറിയൽ കാർഡ് മറക്കരുത്. അത് ഏതൊക്കെയാണ് എന്ന് നേരത്തെ തന്നെ അറിയാം. അത് ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ തന്നെ സജ്ജമാക്കി വയ്ക്കുക. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ട് ചെയ്യാനുള്ള സമയം. 6 മണിക്ക് ശേഷവും ക്യൂ ഉള്ള ബൂത്തുകളിൽ 6 മണിക്ക് ശേഷം ക്യൂവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്ലിപ്പ് നൽകി വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കും. നാളെ ശ്രദ്ധിക്കേണ്ടത് നോട്ടയും വിവിപാറ്റും EVM-ൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നോട്ടയും വിവിപാറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതുണ്ടാവില്ല എന്ന് ശ്രദ്ധിക്കണം. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ 1 വോട്ട് ചെയ്താൽ മതി. അവിടെയുള്ള വോട്ടേഴ്സ് ശ്രദ്ധിക്കണം. അവർ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പരിധികളിലാണെങ്കിൽ 1 വോട്ട് ചെയ്താൽ മതി. പക്ഷേ ത്രിതല പഞ്ചായത്തിലാണെങ്കിൽ 3 വോട്ട് ചെയ്യണം. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ ഓരോ വോട്ട് വീതമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ത്രിതല പഞ്ചായത്തുകളിൽ 3 വോട്ടും കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പരിധികളിൽ 1 വോട്ടും ചെയ്താൽ മതി വോട്ടേഴ്സ്. പതിവ് പോലെ ഒന്നിലധികം വോട്ട്, ആൾമാറാട്ടം തുടങ്ങിയവ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണ്. അത് ആ നിലയിൽ ശിക്ഷാർഹവുമായിരിക്കും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ട് ചെയ്യാനുള്ള സമയം. അപ്പോൾ തിരക്കൊക്കെ ശ്രദ്ധിച്ച് രാവിലെ വോട്ട് ചെയ്യാം. അതല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് ഉചിതമായ സമയത്ത് വോട്ട് ചെയ്യാം. പക്ഷേ ജനാധിപത്യ അവകാശം നമ്മൾ വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതാണ് നമുക്ക് ഈ രാത്രിയിൽ പ്രിയപ്പെട്ട വോട്ടേഴ്സിനോട് പറയാനുള്ളത്. നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ്. അവിടെ മറ്റു ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അവിടെ അഗസ്ത്യ വനത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥന് പാമ്പുകടി ഏറ്റു എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ഷാഡോ പോലീസായ അനീഷിനാണ് പാമ്പുകടി ഏറ്റത്. പൊടിയം ഉന്നതിയിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഈ പാമ്പുകടിയേറ്റ ഉദ്യോഗസ്ഥൻ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ഷാഡോ പോലീസ് അനീഷ്, അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ അവിടെ നിന്ന് പറ്റിയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, നിലവിൽ വനത്തിനുള്ളിൽ നിന്ന് ഈ ഷാഡോ പോലീസിനെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ആശുപത്രിയിൽ ഇതുവരെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ തന്നെ കുറച്ച് ദൂരമുണ്ട്. നടന്നു വേണം പുറത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അഗസ്ത്യ വനത്തിനുള്ളിൽ പേപ്പാറ വന്യജീവി സങ്കേതത്തിനുള്ളിലുള്ള പൊടിയം ഉന്നതിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കുറ്റിച്ചൽ പഞ്ചായത്തിലെ ഏക പോളിംഗ് സ്റ്റേഷനാണ് ഈ പൊടിയം ഉന്നതിയിലുള്ളത്. അവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി പോയിട്ടുള്ള നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ഷാഡോ പോലീസായിട്ടുള്ള അനീഷിനാണ് പാമ്പ് കടിയേറ്റത്. ഇന്ന് അല്പസമയം മുന്നെയാണ് ഈ പാമ്പ് കടിയേറ്റത്. അത് കുളിക്കാൻ പോകുന്നതിനിടയിൽ പാമ്പ് കടിയേറ്റു എന്നുള്ളതാണ് പ്രദേശവാസികൾ, അവിടെ ഉന്നതിയിൽ താമസിക്കുന്നവർ പറയുന്നത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് വേഗം തന്നെ എത്തിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു. പക്ഷേ ഇപ്പോൾ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. കൂടാതെ ഗുരുതരമല്ല, ആരോഗ്യസ്ഥിതി നിലവിൽ ഗുരുതരമല്ല എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. അത്രയധികം വിഷമുള്ള പാമ്പല്ല കടിച്ചത് എന്നും അറിയുന്നു. പക്ഷേ ഏത് പാമ്പാണ് എന്നുള്ളതും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയോടെയാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി ഈ വനത്തിനുള്ളിലേക്ക് അനീഷ് പോകുന്നത്. അതിനുശേഷം അല്പസമയം മുന്നെയാണ് ഈ പാമ്പ് കടി ഏൽക്കുന്നത്. ആരോഗ്യാവസ്ഥ ഗുരുതരമല്ല, പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇങ്ങനെ വിദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ബൂത്തുകൾ സജ്ജമാക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടമാണ്. പ്രത്യേകിച്ച് വനാന്തരങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ അപകടം സംഭവിക്കും. നേരത്തെയും അത്തരം വാർത്തകളൊക്കെ മുൻകാലങ്ങളിലും തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ഷാഡോ പോലീസ് അനീഷിനാണ് പാമ്പുകടി ഏറ്റത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷേ വഴി സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ കുറേ ബുദ്ധിമുട്ടും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ. ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്താൻ
ശ്രമിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ തരത്തിൽ അപകടം സംഭവിക്കുന്നത് എന്നതും വളരെ നിർഭാഗ്യകരമാണ്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ കൊച്ചിയിലേക്ക് വരികയാണ്. അവിടെ എറണാകുളത്ത് തൃക്കാക്കരയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മർദ്ദനമേറ്റു എന്നാണ് പരാതി വരുന്നത്. LDF സ്ഥാനാർത്ഥി PC മനൂപിനാണ് മർദ്ദനമേറ്റത്. UDF സ്ഥാനാർത്ഥിയുടെ ബന്ധു മദ്യലഹരിയിലെത്തി കൈവിരൽ കടിച്ചു മുറിച്ചു എന്നാണ് പരാതി. ശ്രീലക്ഷ്മി ബി പിള്ള വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീലക്ഷ്മി, എന്താണ് സംഭവിച്ചത്? മദ്യലഹരിയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ബന്ധു വേറൊരു സ്ഥാനാർത്ഥിയെ ആക്രമിക്കുക, എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 6 മണിയോടാണ് മർദ്ദനമുണ്ടായത്. മനൂപിന്റെ കൈവിരലിലേക്ക് കടിക്കുകയായിരുന്നു. UDF സ്ഥാനാർത്ഥി സുജിത്തിന്റെ ബന്ധുവാണ് മദ്യലഹരിയിൽ വന്ന് മനൂപിന്റെ കയ്യിൽ കടിക്കുകയുണ്ടായത്. മനൂപിന്റെ വയറ്റിലും ചവിട്ടുകയുണ്ടായി. ഇപ്പോൾ മനൂപ് തൃക്കാക്കരയിലുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് വൈകിട്ട് മനൂപിന്റെ കൂടെയുള്ളവരും ബൂത്ത് ഓഫീസിൽ നിൽക്കുകയായിരുന്നു. സ്ഥാനാർത്ഥികളും മറ്റും ഉള്ളവര് ബൂത്ത് ഓഫീസിൽ നിൽക്കുന്ന സമയത്താണ് മനൂപിന്റെ നേരെ ഈ രാമദാസ് വന്ന് മർദ്ദിക്കുകയുണ്ടായത്. ആദ്യം വന്ന് മനൂപിനോട് തർക്കമുണ്ടായി. ഈ തർക്കം പിന്നീട് മർദ്ദനത്തിലേക്ക് കലാശിക്കുകയാണ് ചെയ്തത്. മനൂപിന്റെ വയറ്റിലേക്കാണ് രാമദാസ് മർദ്ദിക്കുകയുണ്ടായത്. പിന്നീട് ഈ മർദ്ദനം കൂടിയപ്പോൾ മനൂപ് തടയാൻ ശ്രമിക്കുമ്പോഴാണ് മനൂപിന്റെ കൈയിലേക്ക് രാമദാസ് കടിക്കുകയുണ്ടായത്. ഇവർ തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. ഈ സമയത്ത് മറ്റ് നിരവധി LDF പ്രവർത്തകരും മനൂപിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ മർദ്ദിച്ച ആള് UDF പ്രവർത്തകനായ UDF സ്ഥാനാർത്ഥിയായ സുജിത്തിന്റെ ബന്ധുവാണ് ഇപ്പോൾ മനൂപിനെ മർദ്ദിച്ചിരിക്കുന്നത്. വിജയകുമാർ, യെസ്, അത് കൊച്ചിയിൽ നിന്നാണ്, എറണാകുളത്ത് നിന്നാണ് വരുന്നത് ആ വിവരം. LDF സ്ഥാനാർത്ഥി PC മനൂപ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയുടെ ബന്ധു മദ്യലഹരിയിൽ കൈവിരൽ കടിച്ചു മുറിച്ചു എന്നാണ് പരാതി. ശ്രീലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ അവസാന കാലത്തെ ഭരണസമിതി തീരുമാനങ്ങൾ രഹസ്യമാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ. കഴിഞ്ഞ ഭരണസമിതികളുടെ നിരവധി യോഗങ്ങളുടെ മിനിറ്റ്സുകൾ ഔദ്യോഗിക വെബ്സൈറ്റായ സകർമ്മയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ചട്ടം മറികടന്നുള്ള നീക്കം അഴിമതിക്ക് വേണ്ടി എന്നാണ് ആക്ഷേപം. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമാണ് നാളെ. എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഡിസംബർ മാസത്തിൽ പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കും. എന്നാൽ കഴിഞ്ഞ ഭരണസമിതികളുടെ അവസാന കാലത്തെ നിരവധി യോഗങ്ങളുടെ മിനിറ്റ്സുകൾ സകർമ്മയിൽ പ്രസിദ്ധീകരിക്കാതെ സെക്രട്ടറിമാർ അഴിമതിക്ക് വഴിയൊരുക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തായ തലസ്ഥാന ജില്ലയിലെ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് 6 മിനിറ്റ്സുകൾ ഇനിയും പ്രസിദ്ധീകരിക്കാനുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 18 മിനിറ്റ്സുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. നിരവധി ദേശീയ പുരസ്കാരങ്ങൾ വാങ്ങിയ നെടുമങ്ങാട് ബ്ലോക്ക് 4 മിനിറ്റ്സുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കേരളത്തിലെ ആകെ സ്ഥിതിയെടുത്താൽ 19,149 യോഗങ്ങളുടെ മിനിറ്റ്സുകളാണ് രഹസ്യമാക്കി വച്ചിട്ടുള്ളത്. തദ്ദേശ ഭരണസമിതിയുടെ അവസാന മാസങ്ങളിൽ ഇലക്ഷൻ മുന്നിൽ കണ്ട നിരവധി കമ്മിറ്റികൾ ചേരുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് അവിടെ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. വിഴിഞ്ഞത്ത് 66-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ജസ്റ്റിൻ ഫ്രാൻസിസ് വാഹനാപകടത്തിൽ മരിച്ചു എന്നൊരു സങ്കട വാർത്തയാണ് വരുന്നത്. അദ്ദേഹത്തിന് 60 വയസ്സായിരുന്നു. ഓട്ടോറിക്ഷ ഇടിച്ചാണ് അപകടമുണ്ടായത്. വിഴിഞ്ഞത്ത് അപകടം സംഭവിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അതോടെ വിഴിഞ്ഞം 66-ാം വാർഡിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ വടക്കൻ കേരളത്തിലേക്കാണ് പോകുന്നത്. അവിടെ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് സമാപിക്കുകയാണ്. നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവാണ് വടക്കൻ കേരളത്തിൽ കടന്നു പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് സമസ്ത മുസ്ലിം ലീഗ് തർക്കത്തിന് പൂർണ്ണ പരിഹാരമാകാത്തതും മുസ്ലിം ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടും മലബാറിലെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും എന്നതാണ്. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ തമ്മിൽ നവമാധ്യമങ്ങളിലെ പോരാട്ടം തുടരുകയാണ്. അത് ശക്തവുമാണ്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തിൽ മാരത്തൺ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ഭിന്നത തുടരുകയാണ്. ഇത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഒപ്പം ജമാഅത്തുമായുള്ള ലീഗിന്റെ നീക്കുപോക്കും.
പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ. കോഴിക്കോട് ജില്ലയിൽ 70 ഗ്രാമപഞ്ചായത്തുകളിൽ 28 പഞ്ചായത്തുകളും 7-ൽ 4 മുനിസിപ്പാലിറ്റികളും UDF ഭരിക്കുന്നുണ്ട്. മലപ്പുറത്ത് 94 പഞ്ചായത്തുകളിൽ 68 ഇടത്തും UDFനാണ് ഭരണം. പലയിടങ്ങളിലും 1-2 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഭരണം പിടിച്ചത്. പ്രാദേശിക തലത്തിൽ എല്ലായിടത്തും സംസ്ഥയിലെ ലീഗ് വിരുദ്ധർ ശക്തരല്ലെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന പഞ്ചായത്തുകളിൽ ഇവർ നിർണായകമാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് നേരെ സംസ്ഥയിലെ ലീഗ് വിരുദ്ധ വിഭാഗം വ്യാപക പ്രചാരണം നടത്തിയിരുന്നെങ്കിലും അവർ നിഷ്പ്രഭരായി. എന്നാൽ ഓരോ വോട്ടും നിർണായകമായ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അങ്ങനെയാകാൻ വഴിയില്ല. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലെ പ്രചാരണവും പ്രകോപനവും കാണുമ്പോൾ. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ നിശിതമായി വിമർശിച്ചത് സംസ്ഥാന നേതാക്കളായ ഉമർ ഫൈസി മുക്കവും ഹമീദ് ഫൈസി അമ്പലക്കടവുമായിരുന്നു. ഇവർക്കെതിരെ ലീഗ് അനുകൂലികൾ നടത്തുന്ന വിമർശനങ്ങളും ചർച്ചയാകുന്നുണ്ട്. ഉമർ ഫൈസി മുക്കത്തെ അധിക്ഷേപിക്കുന്ന കാർട്ടൂണുകളും പ്രചരിക്കുന്നുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അധിക്ഷേപിച്ച് മറുഭാഗത്തും പ്രകോപനമുണ്ട്. സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ നീക്കത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയില്ല എന്നുമാണ് മുസ്ലിം ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. സമസ്തയുടെ നിലപാടുകളിൽ ലീഗിന് അതൃപ്തിയുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പരസ്യ പ്രതികരണത്തിന് മുതിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ AP സമസ്തയും നിശിതമായി വിമർശിക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദ്, 24, കോഴിക്കോട്. തിളക്കം എന്ന പേരിൽ കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും കളക്ടർ പറഞ്ഞു. എന്നാൽ ചട്ടലംഘനം നടന്നിട്ടില്ലെന്നും കളക്ടറുടെ നടപടി വസ്തുത പരിശോധിക്കാതെ എന്നുമാണ് LDFന്റെ വിശദീകരണം. കോഴിക്കോട് ഇക്കുറി തിളക്കത്തിലാണ് തർക്കം. തിളക്കം എന്ന പേരിൽ കോർപ്പറേഷൻ ഇറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിനെതിരെ UDF ആണ് ആദ്യം പരാതി നൽകിയത്. ഈ റിപ്പോർട്ട് ചട്ടവിരുദ്ധമെന്നും ഭരണസമിതി ഫണ്ട് ഉപയോഗിച്ച് ഇറക്കിയതെന്നുമാണ് UDFന്റെ പരാതി. പരാതി ലഭിച്ചതിന് പിന്നാലെ ഇതിന്റെ വിതരണം നിർത്തിവെക്കാൻ കലക്ടർ ആവശ്യപ്പെട്ടു. ചട്ടലംഘനം നടന്നുവെന്ന് പ്രാഥമികമായി മനസ്സിലാക്കിയെന്നും കോർപ്പറേഷൻ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്നും കലക്ടർ പറഞ്ഞു. പ്രാഥമികമായിട്ട് ഐ എം മോസ്റ്റ്ലി സർട്ടൻ ഇതൊരു വയലേഷൻ ആണ്. കാരണം ഞാനത് മാഗസിൻ ഞാൻ നോക്കി, അതൊരു കോർപ്പറേഷനിൻ്റെ വർക്ക്സിന് റിലേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം MCC ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ പാടില്ല, അതൊരു വയലേഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് ഞാൻ SCCയിലേക്ക് റെഡി ആക്കുന്നുണ്ട്. പാരലലി ഞാൻ സാറ്റർഡേ ആയിട്ട് നിർത്തി വെക്കാൻ വേണ്ടി ഓൾറെഡി ഒരു റിട്ടൺ ആയിട്ട് ഇൻസ്ട്രക്ഷൻ ഞാൻ കോർപ്പറേഷൻ സെക്രട്ടറിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒക്ടോബറിൽ നടന്ന വികസന ചർച്ചയുടെ ഭാഗമായുള്ള രേഖയാണിതെന്നും നേരത്തെ പ്രസിദ്ധീകരിച്ചതാണെന്നുമാണ് LDFന്റെ വിശദീകരണം. തിളക്കത്തിന്റെ വിതരണം നിർത്തിവെക്കില്ലെന്ന സൂചനയാണ് LDF നേതാക്കൾ നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കൗൺസിൽ തീരുമാനപ്രകാരം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും നടത്തിയ വികസന പദ്ധതികൾ ചർച്ച ചെയ്യാനും അത് പ്രസിദ്ധീകരിക്കാനും സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രേഖ പ്രസിദ്ധീകരിക്കുന്നത്. നിയമാനുസൃതമുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് അച്ചടിച്ചിരിക്കുന്നത്. 1,00,000 കോപ്പി അടിക്കാനാണ് തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് കലക്ടർ അറിയിച്ചു. LDFും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 24, കോഴിക്കോട്. കൊല്ലത്ത് നിന്ന് മറ്റൊരു ഗൗരവമുള്ള പരാതി വരുന്നുണ്ട്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്കൂളിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ആക്ഷേപം. കൊല്ലം ആവണീശ്വരം APP MVHS സ്കൂളിലെ അധ്യാപകരിൽ നിന്ന് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണപ്പിരിവ് നടത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് CPM പരാതിപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രധാന അധ്യാപിക പങ്കുവച്ച ശബ്ദ സന്ദേശങ്ങൾ 24 ലഭിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ മീര R. നായർക്ക് വേണ്ടിയാണ് സ്കൂളിന്റെ പ്രചരണം. ആവണീശ്വരം APP MVHSസിലെ മാനേജറുടെ സഹോദരിയാണ് മീര R. നായർ. സ്ഥാനാർത്ഥിക്കുള്ള ചെലവുകൾക്കായി സ്കൂൾ അധ്യാപകർ പണം നൽകണമെന്നാണ് പ്രധാന അധ്യാപികയുടെ ശബ്ദ സന്ദേശം. വിദ്യാർത്ഥികളെ വിളിച്ച് രക്ഷകർത്താക്കളുടെ വോട്ടുറപ്പിക്കണമെന്നും ക്ലാസ് ടീച്ചർമാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ക്ലാസ് ടീച്ചർമാരുടെ ശ്രദ്ധയ്ക്ക് അവരവരുടെ ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷകർത്താക്കളെ ഫോണിൽ വിളിച്ചതിന് ശേഷം സാധ്യതയുള്ള കുട്ടികളുടെ ലിസ്റ്റും സാധ്യത ഇല്ലാത്ത കുട്ടികളുടെ ലിസ്റ്റും തരംതിരിച്ച് ഗ്രൂപ്പിൽ അറിയിക്കേണ്ടതാണ്. വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ലിസ്റ്റ് പ്രത്യേകം നൽകണമെന്ന് മാനേജർ അറിയിച്ചിരിക്കുകയാണ്. സ്കൂൾ മാനേജ്മെന്റിന്റെ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട CPIM കൊല്ലം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 24, കൊട്ടാരക്കര. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി മറ്റന്നാൾ വിധി പറയും.
അതുവരെ കടുത്ത നടപടി പാടില്ല എന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. അതിക്രൂര ബലാത്സംഗം വിവരിച്ച് അതിജീവിത SITക്ക് മൊഴി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദം കേട്ടു. അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതിജീവിതയുടെ മൊഴി പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ക്രൂരമായ പീഡനത്തിനിരയായെന്നാണ് മൊഴി. വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചതെന്ന് യുവതിയുടെ മൊഴിയിലുണ്ട്. സംസാരിക്കാൻ എന്ന് പറഞ്ഞാണ് ഹോം സ്റ്റേയിലെ മുറിയിലേക്ക് കൊണ്ടുപോയത്. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയത്. ഐ വാണ്ടഡ് ടു റേപ്പ് യു എന്ന് പറഞ്ഞായിരുന്നു അതിക്രമം. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ലെന്ന് അറിയിച്ചുവെന്നും പെൺകുട്ടി മൊഴി നൽകി. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നുവെന്നും ഫോൺ എടുത്തില്ലെങ്കിൽ അസഭ്യം വിളിക്കുമായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ വരാൻ പലവട്ടം ആവശ്യപ്പെട്ടു. കുഞ്ഞു വേണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെന്നുമാണ് മൊഴി. രാഹുലിനെ ഭയമാണ്. കേസുമായി മുന്നോട്ട് പോകാൻ ഭയപ്പെടുന്നുവെന്നും അന്വേഷണ സംഘത്തോട് അതിജീവിത പറഞ്ഞു. ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞിരുന്നു. 24 തിരുവനന്തപുരം. തുടർച്ചയായ 7ാം ദിവസവും പ്രതിസന്ധി ഒഴിയാതെ ഇൻഡിഗോ. രാജ്യവ്യാപകമായി 500-ലധികം വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. പ്രശ്നങ്ങൾ നേരിടുന്ന യാത്രക്കാരുടെ ആവശ്യങ്ങൾ എയർലൈൻ ഓപ്പറേറ്റർമാർ പരിഹരിക്കണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു നിർദ്ദേശിച്ചു. ഡൽഹിയിൽ ഇൻഡിഗോയുടെ 134-ലേറെ സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ബാംഗ്ലൂരിൽ 127 സർവീസും ഹൈദരാബാദിൽ 77 വിമാന സർവീസുകളും റദ്ദാക്കി. അതേസമയം 91% വിമാന സർവീസുകളും ഇന്ന് കൃത്യസമയം പാലിച്ചതായി ഇൻഡിഗോ അറിയിച്ചു. സോഫ്റ്റ്വെയർ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷണം നടത്തി. തുടർച്ചയായ സാങ്കേതിക വിദ്യാ നവീകരണം നടക്കുന്നുണ്ട്. രാജ്യത്തെ വ്യോമയാന മേഖലയ്ക്ക് ഉയർന്ന ആഗോള നിലവാരം പുലർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു രാജ്യസഭയിൽ പറഞ്ഞു. Vision from the government is to have the top standards, global standards in the country for aviation, and it is with that vision that we are working. റദ്ദാക്കിയ ടിക്കറ്റുകൾക്ക് ഇതുവരെ 827 കോടി രൂപ ഇൻഡിഗോ റീഫണ്ട് ചെയ്തു. 3000-ഓളം ബാഗേജുകളും എത്തിച്ചു നൽകി. ഇൻഡിഗോയുടെ വിമാന സർവീസുകൾ വൈകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും ഡൽഹി വിമാനത്താവളം നിർദ്ദേശം നൽകി. 24 ഡൽഹി. വന്ദേമാതരത്തിന്റെ 180-ാം വാർഷിക ചർച്ചയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വന്ദേമാതരത്തിലെ പ്രധാന വരികൾ നെഹ്റു ഒഴിവാക്കിയെന്നായിരുന്നു വിമർശനം. രാജ്യത്തെ പ്രശ്നങ്ങൾ മറയ്ക്കാൻ വന്ദേമാതരത്തെ സർക്കാർ ഉപയോഗിക്കുകയാണ് എന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. ലോക്സഭയിൽ വന്ദേമാതരത്തിന്റെ 180-ാം വാർഷികത്തെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയ്ക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിൽ കോൺഗ്രസ് വന്ദേമാതരത്തെ അവഗണിച്ചുവെന്ന് ആരോപിച്ചു. വന്ദേമാതരത്തെ എതിർത്ത മുഹമ്മദ് അലി ജിന്നയ്ക്ക് ജവഹർലാൽ നെഹ്റു വഴങ്ങി. वंदेमातरम के प्रति मुस्लिम लीग की विरोध की राजनीति तेज होती जा रही है. मोहम्मद अली जिन्ना ने लखनऊ से 15 अक्टूबर 1937 को वंदे मातरम के विरुद्ध का नारा बुलंद किया. फिर कांग्रेस के तत्कालीन अध्यक्ष जवाहरलाल नेहरू को अपना सिंहासन डोलता दिखा. അടിസ്ഥാനമില്ലാത്ത ആരോപണത്തിലൂടെ പ്രധാനമന്ത്രി ഭരണഘടനാ ശില്പികളെ അപമാനിച്ചുവെന്ന് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കണ്ടാണ് വിഷയം ചർച്ച ചെയ്യുന്നത്. നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണമെന്നും ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നും പ്രിയങ്ക ഗാന്ധി. वंदे मातरम को विभाजित करने का आरोप लगाकर आप पूरी संविधान सभा पर आरोप लगा रहे हैं. उसके हर एक नेता को दोषी ठहरा रहे हैं. ये हमारी संविधान सभा और हमारे संविधान का खुला वार है. വന്ദേമാതരം പ്രത്യേക ചർച്ച നാളെ രാജ്യസഭയിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയ്ക്ക് തുടക്കമിടും. നാളെ ലോക്സഭയിൽ SIR സംബന്ധിച്ചുള്ള 10 മണിക്കൂർ ചർച്ച നടക്കും. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന മറ്റൊരു ദേശീയ റിപ്പോർട്ടിലേക്കാണ്. പഞ്ചാബിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ വിമർശനത്തിൽ നവജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ നവജോത് കൗർ സിദ്ധുവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 500 കോടി കൈവശമുള്ളവർക്ക് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയൂ എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ പ്രസ്താവനയാണ് ഈ 500 കോടി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാം കോൺഗ്രസിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാം കോൺഗ്രസിൽ എന്ന ഈ പഞ്ചാബിലെ നേതാവിൻ്റെ ഭാര്യയുടെ പരാമർശം. സിദ്ധുവിനെതിരെയും നടപടി എടുക്കേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്, അല്ലേ?
വിജയകുമാർ, തീർച്ചയായും കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു ആരോപണമാണ് മുൻ PCC അധ്യക്ഷൻ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ നവ്ജോത് കൗർ നടത്തിയത്. 500 കോടി രൂപയുടെ സൂട്ട് കേസ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാം എന്ന് വാഗ്ദാനം ലഭിച്ചതായാണ് നവ്ജോത് കൗർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഇത് വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ ആയുധമാക്കുകയും കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നവ്ജോത് സിംഗ് കൗറിന് എതിരെ നടപടി, അവരെ സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനമുണ്ടായത്. അതേസമയം സിദ്ധു ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. സിദ്ധുവിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് എന്നാണ് ഈ PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ജവാറിംഗ് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം നവ്ജോത് സിംഗ് സിദ്ധു ഹൈക്കമാൻഡുമായി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി ഏറെ അടുപ്പമുള്ള ഒരു നേതാവാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രാദേശിക നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും ഹൈക്കമാൻഡിന് വിഷയത്തിൽ നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. നിലവിൽ ഈ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണം നവ്ജോത് സിംഗ് സിദ്ധു PCC അധ്യക്ഷൻ എന്ന നിലയിൽ നടപ്പാക്കിയ നടപടികൾ, അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, സ്വന്തം സർക്കാരിനെതിരെ PCC അധ്യക്ഷൻ തന്നെ ആരോപണം ഉന്നയിച്ച സാഹചര്യം തുടങ്ങിയവയാണ് എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തുടർന്ന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ സിദ്ധുവിനെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടായത്. അതിനുശേഷം എന്നാൽ സിദ്ധു ഇപ്പോൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഇല്ല. എന്നാൽ സിദ്ധു സജീവമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും നവ്ജോത് കൗർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ തന്നെ സംസ്ഥാനത്ത് 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നും പാർട്ടി നേതൃത്വത്തിൽ തമ്മിലടിയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ്. ശരി ബൽറാം, 500 കോടിയുടെ സൂട്ട് കേസ് ഉണ്ടെങ്കിൽ പഞ്ചാബിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുമെന്നാണ് നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് അവരെ സസ്പെൻഡ് ചെയ്ത് സിദ്ധുവിനെതിരെയും നടപടി എടുക്കേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് രാഹുൽ ഈശ്വർ ജാമ്യത്തിനായി അവിടെ ജില്ലാ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. രാഹുലിന്റെ ജാമ്യാപേക്ഷ മറ്റന്നാളാണ് കോടതി പരിഗണനയ്ക്ക് എടുക്കുക. അപ്പോൾ കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ വേണം എന്ന് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നു. അതിനൊക്കെ ശേഷമുള്ള അപേക്ഷയാണോ എന്നറിയില്ല. എന്തായാലും കോടതി അത് പരിഗണിക്കാൻ പോകുന്നതേ ഉള്ളൂ. മറ്റന്നാളാണ് കോടതി പരിഗണനയ്ക്കെടുക്കുക. ഇന്നത്തെ മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. ദിലീപ് കുറ്റവിമുക്തൻ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചു. ഇവർക്കുള്ള ശിക്ഷാവിധി ഈ മാസം 12-നാണ്. രാജ്യം തന്നെ ഏറെ ചർച്ച ചെയ്ത കേസിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രഖ്യാപനം. കൊച്ചി നഗരത്തിൽ യുവനടിയെ കാറിൽ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ ബി, വിജീഷ് VP, വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. ദിലീപിനെ കൂടാതെ 7-ാം പ്രതി ചാർലി തോമസ്, സനൽകുമാർ, ശരത് എന്നിവരെയും വെറുതെ വിട്ടു. ദിലീപിനെ പോലീസ് വേട്ടയാടിയെന്ന അഭിഭാഷകൻ B. രാമൻപിള്ളയുടെ പ്രതികരണം. അതൊരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ്. അത് അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ളത്. ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥർ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് വൈദ്യുതി പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. അതേസമയം കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. 6 പ്രതികളെയും തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. പൊതുബോധത്തെ ഏറെ സ്വാധീനിക്കുന്ന കേസുകളിൽ തെളിവുകളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് സൂചിപ്പിക്കുന്നത് പാഠമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് നൽകുന്നത്. കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
അതേസമയം വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ തയ്യാറെടുക്കുകയാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും മേൽക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നും നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. ഇത് അന്തിമ വിധിയല്ലെന്നും മേൽക്കോടതികളുണ്ടെന്നും അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ബി സന്ധ്യ പ്രതികരിച്ചു. കേസിൽ നടിക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ലെന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മന്ത്രി പി രാജീവ്. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും മന്ത്രി. ഇല്ല, പൂർണ്ണമായ നീതി കിട്ടിയിട്ടില്ല. ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. അതേസമയം മേൽക്കോടതികളുണ്ടെന്നായിരുന്നു കേസിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ബി സന്ധ്യയുടെ പ്രതികരണം. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷനായിട്ടില്ലെന്നും മുൻ DGP. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത്. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് നീക്കം. അതിജീവിതയുടെ നിലപാടും നിർണായകമാകും. 24 കൊച്ചി. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തി വിധിക്കു പിന്നാലെ ദിലീപിന്റെ പ്രതികരണം. കേസിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങിയത്. അതിന് അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് കള്ളക്കഥ മെനഞ്ഞെടുക്കുകയായിരുന്നു എന്നും ദിലീപ് ആരോപിച്ചു. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ എറണാകുളം ദർബാർ ഹാളിൽ മഞ്ജു വാര്യർ നടത്തിയ ഈ പ്രസംഗം സൂചിപ്പിച്ചാണ് തന്നെ വെറുതെ വിട്ട വിധിയിൽ ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതി പൾസർ സുനിയെയും ജയിലിലെ മറ്റു പ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞെന്നും അത് കോടതിയിൽ തകർന്നെന്നും ദിലീപ്. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. വിധിക്ക് പിന്നാലെ അഭിഭാഷകൻ ബി രാമൻപിള്ളയുടെ വസതിയിലെത്തി ദിലീപ് നന്ദി പറഞ്ഞു. കോടതി പരിസരത്തും ദിലീപിന്റെ വസതിക്ക് മുന്നിലും ആരാധകർ മധുര വിതരണം നടത്തി. 24 കൊച്ചി. കോടതി വിധിക്ക് പിന്നാലെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ചർച്ചകൾ സിനിമാ സംഘടനകൾക്കുള്ളിൽ സജീവം. ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയും സംഘടനയിൽ പ്രവർത്തിക്കാൻ തടസ്സമില്ലെന്ന് ഫെഫ്കയും നിലപാട് വ്യക്തമാക്കി. അതിജീവിതയ്ക്ക് പിന്തുണയുമായി ഒരു വിഭാഗം ചലച്ചിത്ര പ്രവർത്തകരും രംഗത്തെത്തി. കോടതി വിധിയെ ബഹുമാനിക്കുന്നു എന്നായിരുന്നു താരസംഘടനയുടെ വാർത്താക്കുറിപ്പ്. വിധി വന്നതോടെ അമ്മ സംഘടനയിലേക്ക് ദിലീപ് തിരിച്ചെത്തുമോ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, കോടതിയെ ബഹുമാനിക്കുന്നു എന്നാണ് അമ്മ സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോനും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. വിധിയിൽ സന്തോഷമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ. വ്യക്തിപരമായിട്ടാണെങ്കിൽ എനിക്കതൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. കാരണം ദിലീപേട്ടനെ പോലൊരാൾ അന്നും ഇന്നും ഞാൻ അത് തന്നെ പറയുന്നത്. അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തു ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതേസമയം ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന സൂചനയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും ഫെഫ്കയുടെയും പ്രതികരണം. ഞങ്ങളുടെ സംഘടനയിലെ ഒരു അസോസിയേറ്റ് അംഗമായിരുന്നു അദ്ദേഹം. ഇനി സിനിമ ചെയ്യുമ്പോൾ ഓൾറെഡി ടെമ്പററി മെമ്പർഷിപ്പ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ആ പഴയ മെമ്പർഷിപ്പ് ഈ കാര്യത്തിൽ പുറത്താക്കിയതുകൊണ്ട് തിരിച്ചു കൊടുക്കും. അതിപ്പോൾ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തതിന് ശേഷമേ തീരുമാനമെടുക്കുള്ളൂ. വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. അപ്പോൾ സാങ്കേതികമായ ഒരു ട്രേഡ് യൂണിയനിൽ അദ്ദേഹത്തിന് അംഗത്വം
തിരികെ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് നാദിർഷ ഉൾപ്പെടെ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കൾ. തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് നടി രഞ്ജിനി. തുടങ്ങിവെച്ച പോരാട്ടം തുടരുമെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിയും പ്രതികരിച്ചു. അവളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു 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 മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? ഈ വ്യക്തിക്കെതിരെ ഇത്രയധികം തെളിവുകളും ഇത്രയധികം സാക്ഷികളും ഉണ്ടായിട്ടും ഇതാണ് എങ്കിൽ എന്നൊരു ഷോക്കിലാണ് സത്യത്തിൽ ഇരിക്കുന്നത്. അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് റിമ കല്ലിങ്കലും രമ്യ നമ്പീശനും ഉൾപ്പെടെയുള്ളവർ. പ്രബലരായിട്ടുള്ള അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ വലിയ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇരയാക്കപ്പെടുന്ന ആൾക്കാർ നിരന്തരം തോൽപ്പിക്കപ്പെടുക ചെയ്യുക. വിധിയെ വിമർശിച്ച് നടി പാർവതി തിരുവോത്ത രംഗത്തെത്തി. 24 കൊച്ചി. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ-സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്ന് ഇതുവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 70,000 കടന്നു. ADMന്റെ സാന്നിധ്യത്തിൽ ശബരിമലയിൽ അവലോകന യോഗം ചേർന്നിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും സന്നിധാനത്തുനിന്ന്. സുജിത്ത്, എന്താണ് സന്നിധാനത്തെ ഇന്നത്തെ സാഹചര്യം? വലിയ തിരക്കുണ്ടോ? ഈ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിനെത്തുന്ന ആളുകൾക്ക് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന വരുത്തിയിട്ടുണ്ടോ? അത്തരം കൂടുതൽ ആളുകൾക്ക് അങ്ങനെ ദർശനത്തിന് സൗകര്യം കിട്ടുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, ഇന്നും ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ തിങ്കളാഴ്ചയാണ്, പ്രവൃത്തി ദിവസമാണ്. എന്നിട്ട് പോലും ഇന്ന് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു. 1,00,000 കടക്കുന്നു ഇന്നത്തെ തിരക്ക് എന്നുള്ളതാണ്. വൈകിട്ട് 8 മണി വരെയുള്ള കണക്കനുസരിച്ചാണെങ്കിൽ 91,447 പേരാണ് ദർശനം നടത്തിയത്. അതിനുശേഷം ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകൾ 11 മണിയോടെ നട അടയ്ക്കുന്നത് വരെ ഇപ്പോഴും ആളുകൾക്ക് എത്താനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 1,00,000 ഇന്ന് ആളുകളുടെ എണ്ണം കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത്. പുല്ലുമേട് വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവാണ് ഉള്ളത്. ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വനംവകുപ്പ് ഇവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട്. കാരണം ഇവിടെ കാട്ടുമൃഗശല്യമൊക്കെ രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നിരീക്ഷണം ഇവിടെ ശക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ പുല്ലുമേട് വഴി വരുന്ന ഭക്തർക്ക് സന്നിധാനത്ത് എത്തുമ്പോൾ അവർക്ക് ദർശനം നടത്താൻ പ്രത്യേക നിരയും ഒരുക്കുന്നുണ്ട്. അതായത് പ്രത്യേക സൗകര്യം എന്ന് പറയുന്നത് വാവരുനട വഴി വന്ന് അവർക്ക് ഈ ആഴി വഴി കയറി 18-ാം പടി ചവിട്ടി ദർശനം നടത്താനുള്ള ഒരു സൗകര്യമാണ് പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ആരോഗ്യ പ്രശ്നമുള്ളവരും അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും വയോധികരും ചെറിയ കുട്ടികളുമൊക്കെയായി വരുന്നവരൊക്കെ ഈ നിലയ്ക്കൽ പമ്പ റൂട്ട് വഴി സന്നിധാനത്തേക്ക് എത്തണം. ഈ കാനനപാത ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഇതുതന്നെയാണോ ഏറ്റവും പ്രധാനമായും ഉയർന്നു വന്ന ഒരു വിഷയം? കാരണം ഇവിടേക്ക് ഭക്തർ വരുമ്പോൾ ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ, അടിയന്തര ആവശ്യങ്ങൾ, സഹായങ്ങൾ, അടിയന്തര വൈദ്യസഹായമൊക്കെ ഏർപ്പെടുത്തേണ്ടി വന്നാൽ അതിന് ആംബുലൻസ് അടക്കം എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലയ്ക്കൽ പമ്പ റൂട്ട് വഴി ഇത്തരം ഭക്തർ കൂടുതലായി എത്തണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴിയും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങും ഇതിന്റെ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുമെന്നും ഇന്നത്തെ അവലോകന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെയൊക്കെ വേണം, അല്ലെങ്കിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ഭക്തർ കൃത്യമായി എത്താൻ എന്നുള്ള ഒരു നിർദ്ദേശമാണ്. അത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുക, സുരക്ഷ കൃത്യമായി ഉറപ്പുവരുത്തുക, സാവധാനം മല കയറുക, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ദേവസ്വം ബോർഡും പോലീസും. ഏതായാലും സുജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1,00,000-ഓളം ആളുകൾ ഇതിനോടകം ദർശനം നടത്തിയിട്ടുണ്ട് ഇന്ന് ഒരു ദിവസം തന്നെ. പക്ഷെ അത്രയും ഭക്തർ തീർത്ഥാടകർ അവിടെ എത്തുമ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. സുഗമമായ ദർശനം സാധ്യമാകുന്നു എന്നാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയത്ത് ആ ദൃശ്യങ്ങളിൽ കണ്ടത്. എന്തായാലും അങ്ങനെ വലിയ തിരക്കില്ലാതെ ദർശനം നടത്തി തീർത്ഥാടകർക്ക് മലയിറങ്ങാൻ കഴിയട്ടെ. ഇനി നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴ മാവേലിക്കരയിൽ അമ്മയെ മകൻ മർദ്ദിച്ചു കൊലപ്പെടുത്തി.
കല്ലുമല സ്വദേശിയും മാവേലിക്കര നഗരസഭ മുൻ കൗൺസിലറുമായ കനകമ്മ സോമരാജനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥിരം മദ്യപാനിയായ കൃഷ്ണദാസ് ഇന്നലെ രാത്രിയും മദ്യപിച്ചെത്തിയാണ് മാതാവ് കനകമ്മയെ മർദ്ദിച്ചത്. പണമിടപാടിനെ ചൊല്ലി നടന്ന മർദ്ദനത്തിൽ കനകമ്മ കൊല്ലപ്പെടുകയായിരുന്നു. അമ്മയ്ക്ക് അനക്കമില്ലെന്ന് ഇയാൾ തന്നെയാണ് രാവിലെ പോലീസിനെ വിളിച്ചറിയിച്ചത്. മാവേലിക്കര പോലീസ് വീട്ടിലെത്തി നടത്തിയ പരിശോധനയിൽ ക്രൂരമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്ന കനകമ്മയെയാണ് കണ്ടത്. പ്രതിയായ മകൻ വീട്ടിൽ ഒന്നും അറിയാത്തവനെ പോലെ തുടർന്നു. ചോദ്യം ചെയ്യലിലാണ് കൃഷ്ണദാസ് കാര്യങ്ങൾ വിശദീകരിച്ചത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. വിവാഹം മോചിതനായ കൃഷ്ണദാസ് മാതാവിനൊപ്പമായിരുന്നു താമസം. പണം നൽകാത്തതിനെ ചൊല്ലി പലപ്പോഴും മർദ്ദനമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. കനകമ്മ ഇക്കാര്യം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഇതോടെ കൃഷ്ണദാസിനെ കസ്റ്റഡിയിലെടുത്ത് താക്കീത് ചെയ്ത് വിട്ടു. ഇതിനിടെ ലഹരി വിമുക്തി കേന്ദ്രത്തിലുമാക്കിയിരുന്നു. കനകമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 24 ആലപ്പുഴ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിതാവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 9ാം ക്ലാസ്സുകാരി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പിതാവ് പൂട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിടാറുണ്ടെന്നും പെൺകുട്ടി പറയുന്നു. പിതാവ് നിരന്തരം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നതിൽ മനം നൊന്തായിരുന്നു 9ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യാ ശ്രമം. സ്ഥിരം മദ്യപാനിയായ പിതാവ് അസഭ്യം പറയുകയും പൊതുവഴിയിൽ വെച്ച് മർദ്ദിച്ചെന്നും പെൺകുട്ടി. അച്ഛൻ നല്ലപോലെ ഇടിക്കും, അടിക്കും, എപ്പോഴും കവാലക്കുറ്റിയിലൊക്കെ അടിക്കാറുണ്ട്. പിന്നെ അച്ഛൻ ഒരിക്കൽ ചുണ്ടിടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, കൈ പിടിച്ച് തിരിക്കും. പിന്നെ കതവ് പൂട്ടിയിട്ടൊക്കെ അടിക്കും. രാത്രി 12 മണി 1 മണി ടൈമിലൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. നമ്മൾ പല ദിവസങ്ങളിലും പല ആൾക്കാരുടെ വീട്ടിലും കിടന്നിട്ടുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ റോഡ് സൈഡിൽ നമ്മൾ കടേര വരാന്തയിലൊക്കെയാണ് നമ്മൾ കിടന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനാണെങ്കിൽ നമ്മളെ പഠിക്കാനായിട്ടൊന്നും സമ്മതിക്കൂല. നോട്ട്സ് എല്ലാം വലിച്ചു കീറി കളയും. അങ്ങനെയൊക്കെ ഒരുപാട് ഇത് ചെയ്യും. ഞാൻ പഠിക്കണ്ട എന്നാണ് അച്ഛൻ പറയുന്നത്. ക്ലീനിംഗ് ലോഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മോളെ ഉപദ്രവിക്കാൻ ആദ്യം ഒരു പ്രാവശ്യം മോളെ കവലക്കുട്ടിയിൽ അടിച്ചപ്പോൾ സ്കൂളുകാർ അറിഞ്ഞായിരുന്നു. അങ്ങനെ സ്കൂളുകാർ സൈഡ് ലൈനിലെ വിളിച്ച് പറഞ്ഞു. അവിടുത്തെ മാഡം ഒരു താക്കീത് കൊടുത്ത് വിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മോളെ ഉപദ്രവിക്കൂലായിരുന്നു. ഇപ്പം വീണ്ടും ഞങ്ങൾ ഈ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം വീണ്ടും നിന്റെ അച്ഛനാണോ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ. പിതാവിനെതിരെ നേരത്തെ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ സംവിധായകനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെയാണ് കേസെടുത്തത്. മുൻ MLA-യും CPM സഹയാത്രികനുമാണ്. IFFK സ്ക്രീനിങ്ങിനിടെ അപമര്യാദയെ പെരുമാറി എന്ന പരാതിയിലാണ് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏത് സ്റ്റേഷനിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? വിജയകുമാർ, തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ഇപ്പോൾ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ഈ കേസിന് ആധാരമായ സംഭവം നടക്കുന്നത്. IFFK സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട ഈ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങൾക്ക് ഈ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിലാണ് മുറിയെടുത്ത് നൽകിയിരുന്നത്. ഈ ഹോട്ടലിൽ വെച്ച് അപമര്യാദയായി PT കുഞ്ഞുമുഹമ്മദ് പെരുമാറി എന്നതാണ് ഈ വനിതാ ചലച്ചിത്ര പ്രവർത്തക പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി കൂടുതൽ അന്വേഷണത്തിനായി പോലീസിന് കൈമാറി. പിന്നീട് പോലീസ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും മോശമായി പെരുമാറി എന്നുമാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ MLA ആണ്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ഇടത് പിന്തുണയോടുകൂടി മത്സരിച്ച് നിയമസഭയിലെത്തിയ ആളുകൂടിയാണ് PT കുഞ്ഞുമുഹമ്മദ്. ഒപ്പം വിഖ്യാത ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. ഹോട്ടലിൽ വെച്ച് അപമര്യാദയായി ഇദ്ദേഹം പെരുമാറുകയായിരുന്നു എന്നതാണ് വനിതാ പ്രവർത്തക പരാതിയായി നൽകിയിരുന്നത്. പോലീസിന് ആദ്യം പരാതി നൽകിയിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് ആണ് പരാതി നൽകിയത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ പരാതി കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തത്. കന്റോൺമെന്റ് സ്റ്റേഷൻ പരിധിയിലുള്ള ഹോട്ടലിൽ വെച്ചാണ് ഈ അപമര്യാദയായി പെരുമാറിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിജയകുമാർ.
യെസ്, ചലച്ചിത്ര പ്രവർത്തക പോലീസിന് മുഖ്യമന്ത്രിക്ക് ആദ്യം പരാതി നൽകുന്നു. മുഖ്യമന്ത്രി ആ പരാതി പോലീസിന് കൈമാറുന്നു. കന്റോൺമെന്റ് സ്റ്റേഷൻ ഒരു പ്രാഥമിക പരിശോധന നടത്തുന്നു. പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് ഈ പരാതി എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. IFFK സ്ക്രീനിങ്ങിനിടെ അപമര്യാദയായി പെരുമാറി എന്നാണ് ചലച്ചിത്ര പ്രവർത്തക പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം മുൻ MLA ആണ്, CPM സഹയാത്രികനാണ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. വിമാന സർവീസുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സമയം വേണമെന്ന് ഇൻഡിഗോ DGCAക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒന്നിലധികം പ്രശ്നങ്ങളുടെ ഫലമാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഇൻഡിഗോയുടെ മറുപടി. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഇതിൽ ഇൻഡിഗോ എന്താണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇതിനോടകം തന്നെ ആവശ്യത്തിന് സമയം മാനേജ്മെന്റിന് കിട്ടിയിട്ടുണ്ട്, പ്രശ്നം പരിഹരിച്ചു തുടങ്ങിയെന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ സാവകാശം വേണം, അല്ലെങ്കിൽ കൂടുതൽ ദിവസവും യാത്രക്കാർ ബുദ്ധിമുട്ടും എന്നാണോ കമ്പനി വിശദീകരിക്കുന്നത് DGCAയോട്? ഈ കമ്പനി നേരത്തെ തന്നെ പറയുന്നത് ഡിസംബർ 15-നോടകം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു തുടങ്ങും, അല്ലെങ്കിൽ പൂർണ്ണമായും പരിഹരിക്കാനാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുന്നോടിയായിട്ട് തന്നെ DGCAക്ക് മറുപടി നൽകണം, ഷോക്കോസ് നോട്ടീസിന് മറുപടി നൽകണമെന്നായിരുന്നു കൊടുത്തിരുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ മറുപടിയിലാണ് പല ഘടകങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ കൂട്ട റദ്ദാക്കൽ വേണ്ടി വന്നതെന്ന് ഇൻഡിഗോ വ്യക്തമാക്കുന്നു. അതിൽ ഈ പൈലറ്റുമാരുടെ വിശ്രമം, അവരുടെ ഡ്യൂട്ടി പരിഷ്കാരം, ഒപ്പം തന്നെ ചില വിമാനങ്ങൾക്കുണ്ടായ സാങ്കേതിക പ്രശ്നം, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഈ വിമാനങ്ങൾ കൂട്ടമായി റദ്ദാക്കേണ്ടി വന്നത് എന്നാണ് ഇൻഡിഗോ വിശദീകരിക്കുന്നത്. കൂടാതെ തന്നെ ഈ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ, അതായത് ഈ ആളുകൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടെന്നതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ ഒരു മൂല കാരണം എന്താണെന്ന് ഇതുവരെയ്ക്കും വ്യക്തമാക്കിയിട്ടില്ല. ഇതുവരെയ്ക്കും കഴിഞ്ഞ ഒരാഴ്ച 7 ദിവസമായിട്ട് ഏതാണ്ട് 2000-ലധികം വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ 2000-ലധികം സർവീസുകൾ റദ്ദാക്കുമ്പോൾ വലിയ ഓപ്പറേഷനാണ് തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എപ്പോൾ അവർ പറക്കും പൂർണ്ണതോതിലെന്ന് പറയുന്നുണ്ടോ ഈ മറുപടിയിൽ എവിടെയെങ്കിലും? അങ്ങനെ പറയുന്നില്ല. അതായത് ഇതിന്റെ ഒരു കാരണം എന്താണ് സംഭവിച്ചത് എന്നതിനുള്ള ഒരു കാരണം മാത്രമാണ് നിലവിൽ ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇന്ന് വൈകിട്ട് അവർ ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഏതാണ്ട് 1800ഓളം വിമാന സർവീസുകൾ പുനരാരംഭിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് 138 വിമാനത്താവളങ്ങളിൽ 2300 വിമാന സർവീസുകളാണ് പ്രതിദിനം ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ 1800ഓളം വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായിട്ടാണ് ഇൻഡിഗോ ഇന്ന് വൈകിട്ട് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. നിലവിൽ അവർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഈ വിമാനങ്ങൾ കൂട്ടമായി റദ്ദാക്കാനുണ്ടായ അതിന്റെ കാരണമാണ് ഇപ്പോൾ മറുപടിയായിട്ട് നൽകിയിരിക്കുന്നത്. അതിന്റെ മൂല കാരണം യഥാർത്ഥത്തിൽ എന്താണ് ഒരു റൂട്ട് കോസ് എന്നുള്ളതിന്റെ മറുപടി നൽകാൻ കുറച്ച് സാവകാശം കൂടി അവർ തേടിയിട്ടുണ്ട്. യെസ്, പ്രതിസന്ധി എന്താണ് എന്നവർ വിശദീകരിക്കുന്നില്ല, എപ്പോഴത് പരിഹരിക്കുമെന്ന് വിശദീകരിക്കുന്നില്ല, എത്ര നാൾ കൂടി യാത്രക്കാർ ബുദ്ധിമുട്ടും എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു അഴകുഴങ്കം സമീപനമാണോ DGCAയുടേത് എന്ന് സംശയിക്കുന്നു. DGCAക്ക് നൽകിയ ഈ മറുപടിയിൽ നിന്ന് സംശയിക്കുന്നുണ്ട്. ചോദ്യങ്ങളോടൊന്നും ഇൻഡിഗോ മാനേജ്മെന്റ് ആ നിലയിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി. വെള്ളിക്കുളങ്ങര ചൈപ്പൻകുഴി സ്വദേശി സുബ്രനാണ് കൊല്ലപ്പെട്ടത്. വനം വകുപ്പിന്റെ അനാസ്ഥ എന്നാരോപിച്ച് ചൈപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ നാട്ടുകാർ അടിച്ചു തകർത്തു. രാവിലെ 6 മണിയോടെയാണ് കാട്ടാന ആക്രമണം. ചായ കുടിക്കാനായി സുബ്രൻ വീട്ടിൽ നിന്ന് ചൈപ്പൻകുടി ജംഗ്ഷനിലേക്ക് എത്തിയപ്പോഴായിരുന്നു കാട്ടാന ആക്രമണം. സുബ്രൻ തൽക്ഷണം മരിച്ചു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആള് ഓടി വന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ താഴത്തൊരാള് വഴിയിൽ കിടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ശ്വാസം വലിക്കുന്ന, ഭയങ്കരമായിട്ട് ആള് ശ്വാസം വലിക്കണം. അപ്പം അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കാം. അപ്പോൾ ആള് സൈഡിൽ കിടക്കാം. അപ്പോൾ ആ വഴി ഫോറസ്റ്റുകാർ പോയിട്ടും അവരാരും കണ്ടില്ല. റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു, പക്ഷെ ആരും കാണാൻ പറ്റാത്ത രീതിയിൽ പുല്ലിൽ കിടക്കണേ. ചൈപ്പൻകുടി ഫോറസ്റ്റ് സ്റ്റേഷൻ 100 മീറ്റർ മാത്രം അകലെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി. ഓഫീസിന്റെയും വാഹനത്തിന്റെയും ചില്ലുകൾ നാട്ടുകാർ അടിച്ചു തകർത്തു. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വിഷയത്തിൽ ശക്തമായ പ്രതിരോധ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 തൃശൂർ. വാർത്തകൾ തുടരും, ഇടവേളയ്ക്ക് ശേഷം.
പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണിത്. വോട്ട് ചെയ്യാൻ യുവതലമുറയെ പ്രേരിപ്പിക്കുന്ന ഒരു ക്യാമ്പയിനുമായി AVT പ്രീമിയം ടീ രംഗത്ത് വരുന്നു. നാട് സ്ട്രോങ് ആയാൽ മാത്രമാണ് നമ്മളും യഥാർത്ഥത്തിൽ സ്ട്രോങ് ആകുക എന്നാണ് പുതിയ പരസ്യവാചകം. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ യുവ വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നതാണ് പരസ്യം. AVT പ്രീമിയം ടീയുടെ ആ പരസ്യം നമുക്കൊന്ന് കാണാം. നീ വോട്ട് ചെയ്യാൻ പോണില്ലേ? സ്ട്രോങ് ആയില്ലേ അമ്മേ? നാടും സ്ട്രോങ് ആവണ്ടേ? ഈ സ്ട്രോങ് ചായ കുടിച്ചിട്ട് വോട്ട് ചെയ്തിട്ട് വാ. നാട് സ്ട്രോങ് ആയാലല്ലേ നമ്മളും സ്ട്രോങ് ആകൂ. AVT പ്രീമിയം, ദ സ്ട്രോങ്സ്റ്റ് ടീ കൺസിസ്റ്റന്റ്ലി. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.